ആദ്യമായി ദീപാർപ്പണം. ഭാവബന്ധമൊടു സത്യരൂപനാം ദേവനിമഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കില സാവധാനമതിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപതേരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപതിച്ചു തിരുമയിലെത്തണേ മണിഭൂഷണത്തിലും തൂമനോമലർമാല തന്നിലും ഹേമവിഗ്രഹമരിചി തേടുമീ കോമള പ്രഭ തിളങ്ങണേ വിഭോ മാറ്റിയന്നുമരച്ചതിൽ പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെയും ശിഖാഞ്ചലം ചീട്ടിലിന്നൊളി തെളിഞ്ഞു പൊങ്ങിനെ മാത്തിടാകിലുമെരിഞ്ഞു മേൽക്കുമേ നേർത്തദീശമിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവരെ ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ നമ്മുടെ മേൽശാന്തി മനോജ് ശാന്തി അവരുടെയും വേദിയിലേക്ക് അവരെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ സദസ്സിൽ എത്തിയിരിക്കുന്ന എല്ലാ നമ്മുടെ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഒരു സ്മരണം. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നേ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കില്ലി. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു
ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ ശേഖരൻ ശ്രീ കാർത്തികൻ അവരുടെ, ബഹുമാനപ്പെട്ട നമ്മുടെ മേൽശാന്തി ശ്രീ മനോജ് ശാന്തി അവരുടെ, ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, SNDPയുടെ SNDCയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റ് ഇവിടെ വന്നിട്ടുള്ള സഹോദരന്മാർ, കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ മനോജ് ശാന്തി നിങ്ങൾക്കറിയാം, കാര്യമാത്ര വിജയചന്ദ്രയുടെ ശിഷ്യനാണ്. കാര്യമാത്ര വിജയചന്ദ്രയ്ക്ക് പ്രത്യേകതയുള്ളത് അദ്ദേഹം അറ്റ്ലീസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉള്ളവർ മാത്രമേ ശാന്തിമാരായിട്ട് വെക്കാറുള്ളൂ. നമ്മുടെ തന്ത്രിയാണെങ്കിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഷിബു ശാന്തിയാണ്. മേൽശാന്തിയാണെങ്കിൽ MA എക്കണോമിക്സ് MA എടുത്തിട്ടുള്ള ശാന്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ കാര്യമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന് ഈ പ്രഭാഷണം, നാരായണവാസൻ്റെ ഈ പ്രഭാഷണത്തിൽ ക്ഷണിച്ചുകൊള്ളു. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. പരിചയപ്പെടുത്തേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഇന്ന് കർക്കിടകം 18. അപ്പം കഴിഞ്ഞ ഒരു 18 ദിവസത്തോളമായിട്ട് നമ്മൾ ഈ രാമായണത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 4ാമത്തെ ദിവസവുമാണ്. ഒത്തിരി വലിയ പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തി ഇറങ്ങിയ വേദിയാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ രാമായണം ഇന്നും ത്രേതായുഗത്തിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്നും നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ വളരെ വിലയേറിയ രീതിയിൽ തന്നെ ഇന്നും പാരായണം ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നാടെങ്ങും നടക്കുന്നു. രാമായണ സത്സംഗ വിചാര സദസ്സുകൾ നടക്കുന്നു. നമ്മുടെ വിശ്വസാഹിത്യത്തിൽ തന്നെ ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം വേറെയില്ല എന്നുള്ളതാണ്. അപ്പൊ രാമന്റെ കൂടെയുള്ള ഒരു അയനം തന്നെയാണ് നമ്മുടെ കുറച്ച് ദിവസങ്ങളായി. പ്രത്യേകിച്ച് രാമായണത്തിന് കർക്കിടക മാസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയണം.
കാരണം രാമായണം രചിക്കപ്പെട്ട മാസമല്ല, രാമായണത്തിലെ പ്രധാനികളായിട്ടുള്ള ഒരു കഥാപാത്രങ്ങളും ജനിച്ച മാസമല്ല. അങ്ങനെ രാമായണവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും നമ്മുടെ ആചാര്യന്മാര് ഈ കർക്കിടക മാസത്തെ ഒരു രാമായണ മാസമായി മാറ്റി തീർക്കാൻ സാധിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം പണ്ട് കാലത്ത് നമ്മൾ കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്ന് പറഞ്ഞു വന്നിരുന്നു. ആ ഒരു പഞ്ഞമാസം എന്ന് വിളിക്കപ്പെട്ട മാസത്തെ നമുക്കൊരു പുണ്യമാസമാക്കി മാറ്റാൻ ഈ രാമായണ പാരായണം കൊണ്ടും അതിന്റെ വിചാര സദസ്സുകളും സത്സംഗ പ്രഭാഷണങ്ങളെ കൊണ്ടും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് എവിടെ നോക്കിയാലും മണ്ഡലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു മാസമാണ് കർക്കിടക മാസം. കാരണം കർക്കിടകത്തില് പണ്ടുകാലത്ത് കർക്കിടകത്തില് തോരാത്ത പേമാരിയും ദുരിതങ്ങളും ദുർഘടങ്ങളും ദാരിദ്ര്യവും ഒക്കെ നിലനിന്നിരുന്ന ഒരു കർക്കിടകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ജ്യോതിഷത്തിലൊക്കെ പറയണത് കർക്കിടക മാസം സൂര്യന്റെ പ്രഭാവം ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ മാസമാണ്. ഭൂമിയിൽ സൂര്യന്റെ പ്രഭാവം എപ്പോഴൊക്കെ കുറയുന്നുവോ ആ സമയത്ത് മനുഷ്യ ശരീരത്തിലേക്ക് രോഗങ്ങളും ദുരിതങ്ങളും പെട്ടെന്ന് ആവേശിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് പണ്ടൊക്കെ നമ്മൾ പറയും വയസ്സായവരുടെ മാസം എന്നൊക്കെ. കാരണം മരിക്കാൻ കിടക്കുന്ന ഭൂരിഭാഗം ആളുകളും മിഥുനം കർക്കിടകത്തോടു കൂടിയൊക്കെയാണ് പോവുക. ഇപ്പൊ പ്രായമായവരുടെ മാസം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എപ്പോഴൊക്കെ സൂര്യന്റെ പ്രഭാവം കുറയുന്നുവോ ആ സമയത്ത് നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കും. ആ രോഗങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുന്നതിന് പരിഹാരമായിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗണപതി ഹോമം, ഭഗവതി സേവ തുടങ്ങിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപരിക്കുന്നു. അതുപോലെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധക്കഞ്ഞിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉണ്ടകളും ഒക്കെ കഴിക്കുന്നത് ശാരീരികമായിട്ടുള്ള നന്മയെ മുൻനിർത്തിക്കൊണ്ടാണ്. അങ്ങനെ ഈ മാസത്തെ വളരെ വിശേഷമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. രാമായണത്തെ സംബന്ധിക്കുന്ന വിഷയത്തിലും ചിന്തിക്കുന്ന സമയത്ത് രാ എന്ന പദത്തിന് ശബ്ദധാരാവലിയിൽ ഇരുട്ട് എന്ന അർത്ഥം കാണുന്നുണ്ട്. അപ്പൊ ആ രാമായണം എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിലെ ഇരുട്ട് മായണം എന്ന് തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇത് നിത്യവും പാരായണം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ആ പാരായണം ചെയ്ത് അതിൻ്റെ ഒരു അംശം, അതിലെ ധാർമ്മികമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ കൂടി സാധിച്ചെങ്കിലാണ് ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം നടക്കുന്നത് പുറത്തെവിടെയും നടക്കുന്ന ഒരു യുദ്ധമല്ല. ഈ യുദ്ധം നമ്മുടെ മനസ്സിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. കാരണം ഇതിലെ ധാർമ്മികമായിട്ടുള്ള കഥാപാത്രങ്ങളും അധാർമികമായിട്ടുള്ള കഥാപാത്രങ്ങളെ മുൻനിർത്തി നടക്കുന്ന യുദ്ധമാണ്. ഈ യുദ്ധം നമ്മൾ പുറമേക്ക് അന്വേഷിക്കേണ്ടതില്ല. ഈ യുദ്ധം ഓരോ ദിവസവും നടക്കുന്നത് നമ്മുടെ മനസ്സിൽ നടക്കുന്ന യുദ്ധമാണിത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ വില്ലനായിട്ടും നായകനായിട്ടും ഒക്കെ കാണുന്ന കഥാപാത്രങ്ങളൊക്കെ ഓരോ ദിവസവും സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് മുൻപ് നമ്മളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. നമ്മൾ ചില സമയത്ത് ശ്രീരാമനാകുന്നു, ചില സമയത്ത് നമ്മൾ രാവണനാകുന്നു, ചില സമയത്ത് നമ്മൾ മധുരയാകുന്നു, ചില സമയത്ത് നമ്മൾ ശൂർപ്പണഖയാകുന്നു. ഇതെല്ലാം നിത്യേന നമ്മളിലൂടെ കടന്നു പോകുകയാണ്. ഇതൊന്നും നമ്മൾ രാമായണത്തിൽ പോയി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുളകം കൊള്ളേണ്ടതില്ല. ഇത് നമ്മളിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. രാവിലെ അമ്പലത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ശ്രീരാമനാകുന്നു, പോകും വഴിക്ക് നമ്മൾ എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ അവിടെ മധുരയാകുന്നു. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും മുഴുവൻ സമയവും ടി വി കാണാം, ബാക്കിയുള്ള സമയം മുഴുവൻ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കുംഭകർണനാകുന്നു. ഇങ്ങനെ ഈ കഥാപാത്രങ്ങൾ നമ്മളിലൂടെ അനുദിനം പ്രതിദിനം ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടത്, നമുക്ക് ഈ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് എന്തു മേന്മകൾ ഉണ്ടായി എന്നുള്ളതാണ്.
കാരണം ഇത് ഭൂമിയിൽ ഈശ്വരൻ പോലും, ഭഗവാൻ പോലും ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? ഭഗവാനാണ് ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ശ്രീരാമനായിട്ടും സീതയായിട്ടും അവതരിക്കുന്നത്. എന്നിട്ട് അനുഭവിച്ചു കൂട്ടുന്ന ക്ലേശങ്ങൾ, ഭൂമിയിൽ ഒത്തിരി 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 ക്ലേശങ്ങൾ, ശ്രീരാമൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, സീത അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ ഒന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയും ദുരിതങ്ങൾ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചാൽ, നമ്മൾ പിറവിയെടുത്താൽ ദുരിതങ്ങൾ അനുഭവിക്കാതെ നമുക്ക് നിവൃത്തിയില്ല എന്നാണ്. കാരണം ജീവിതത്തിൽ നാം ചെയ്ത പുണ്യങ്ങളും നാം ചെയ്ത പാപങ്ങളും തുല്യ ബിന്ദുവിൽ വന്നു നിൽക്കുന്ന സമയത്താണ് നമ്മൾ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കുന്നത്. പുണ്യവും പാപവും തുല്യമാകുന്ന ബിന്ദുവിൽ മനുഷ്യനായിട്ട് അവതരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഈശ്വര നാമം ജപിച്ചുകൊണ്ട്, ഈശ്വര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ദേവനിലേക്ക് ഉയരാം. അതല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അധാർമിക പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആസുരീയമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് താഴാം. ഇതേത് വേണം എന്ന് ചിന്തിക്കാനുള്ള ചോയ്സ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ ഈ യുദ്ധം ധാർമ്മികമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നുമായിട്ട് നമ്മൾക്ക് മാനസികമായിട്ട് നമ്മൾക്ക് അതിനോടൊരു സമർപ്പണ ബുദ്ധി വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ വായിച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാതെ വരുന്ന സമയത്തൊക്കെ നമ്മൾ വഴി പിഴച്ചു വഴി മാറിപ്പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് രാമായണം പാരായണം ചെയ്യുന്ന ആളുകളുടെ എണ്ണം അനുദിനം പ്രതിദിനം വർദ്ധിച്ചു വരുന്നു. അതിനനുസരിച്ച് അധാർമിക പ്രവർത്തികളും വർദ്ധിച്ചു വരുന്നു. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സമീപത്തൊക്കെ നടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ രാമായണ സത്സംഗങ്ങളും വിചാരസത്രങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു ആത്മപരിശോധന ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടം കൂടി. ഇത് വെറുതെ നമ്മൾ ഒരു അധര വ്യായാമം എന്ന പോലെ, ചുണ്ടുകൾക്കുള്ള ഒരു അധര വ്യായാമം എന്ന പോലെ വായിച്ചു പോകേണ്ടുന്ന ഒരു കൃതിയല്ല. ഇത് നമുക്ക് പഠനാത്മക വിഷയമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു വിഷയമാണിത്. ഇതല്ലെങ്കിൽ വെറുതെ വായിച്ച് ഞാൻ 50 വട്ടം രാമായണം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും നമുക്ക് ജീവിതത്തിലേക്ക് അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഫലപ്രാപ്തിയിൽ വരാത്തതിന്റെ ഒരു കാരണം നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതുമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. നമ്മൾ പറയും, നമ്മൾ ഭക്തിയുടെ ഒത്തിരി 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 നമ്മൾ ക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നു, ഒരുപാട് ആളുകൾ വന്ന് വിലപിക്കാറുണ്ട്, ഒത്തിരി വഴിപാടുകൾ ചെയ്യുന്നു. അതൊന്നും വേണ്ട രീതിയിൽ ഫലപ്രാപ്തിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഫലപ്രാപ്തിയിൽ വരാത്തതിന്റെ ഒരു കാരണം ഈശ്വരൻ നമ്മൾ ഇത്രയും വയസ്സ് വരെ ജീവിച്ചു, ഇത്രയും വയസ്സിനിടയിൽ ഭഗവാൻ നമുക്ക് ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. ഒരുപാട് സൗഭാഗ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. ഈ സൗഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ നല്ല മക്കളുണ്ട്, നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, അങ്ങനെ അനവധി കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിലനിൽക്കെ, ഇതൊക്കെ ഭഗവാൻ നമുക്ക് നേടി തന്നിരിക്കെ അതിനോടൊന്നും നമ്മൾ ഭഗവാനോട് ഒരു കൃതജ്ഞതയും ഒരു നന്ദിയും രേഖപ്പെടുത്താതെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പുതിയ ലിസ്റ്റുമായിട്ട് വരുന്നത്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ സാധാരണ വരുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാര് മോക്ഷവും സ്വർഗവും ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല വരുന്നത്. ക്ഷേത്രത്തിൽ വരുന്നത് വഴിപാടുകൾ ചെയ്യുന്നു. നമ്മുടെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഭൗതിക സുഖങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് സാമ്പത്തികമായുള്ള വിഷയങ്ങളിൽ അല്പം അയവുണ്ടാകണം, നമ്മുടെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കണം, നല്ലൊരു വീടുണ്ടാകണം, ജോലി ഉണ്ടാകണം മക്കൾക്ക്, ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അമ്പലത്തിൽ വരുന്നത്. പക്ഷേ ഭഗവാൻ തന്നതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പുതിയതായിട്ട് ഇനി എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. സാധാരണ അങ്ങനെയാണല്ലോ.
നമ്മളൊക്കെ ഇപ്പൊ എന്തൊരു സമ്മേളനത്തിൽ പങ്കെടുത്താലും ഏതൊരു മീറ്റിങ്ങുകളിൽ പങ്കെടുത്താലും അതിൽ പങ്കെടുത്തവർക്കും അതിൽ പ്രസംഗിച്ചവർക്കും ഒക്കെ അവസാനം നന്ദി രേഖപ്പെടുത്തുന്നുള്ളൊരു ചടങ്ങുണ്ട്. ഇവിടെ നമുക്ക് ഭഗവാൻ നിരവധി സൗഭാഗ്യങ്ങൾ തന്നിരിക്കെ ആ സൗഭാഗ്യങ്ങളെ ഒന്നും നമ്മൾ ഓർക്കാതെ അതിനൊന്നും ഭഗവാനോട് അനുദിനം നമ്മൾ നന്ദി പറയാതെ പുതിയ ആവശ്യങ്ങളുടെ ലിസ്റ്റുമായിട്ട് നമ്മൾ ഭഗവാനെ സമീപിക്കുമ്പോൾ അത് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നതിനൊക്കെ ആദ്യം നന്ദി രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ ദുഃഖങ്ങൾ മാത്രം ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല ക്ഷേത്രം. നമ്മൾ എന്തൊക്കെയോ ഒരു കാലഘട്ടം നമ്മൾ മാറി സഞ്ചരിക്കുകയാണ്. നമുക്ക് തോന്നുകയാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്ന സമയത്ത്, നമുക്ക് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് മാത്രം പോവാനുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്നുള്ളത്. അത് ശുദ്ധ വിഡ്ഢിത്തമാണ്. ക്ഷേത്രങ്ങൾ നമ്മൾ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ ആത്മീയത എന്നുള്ളത്. ജീവിതത്തെ വളരെ തൻ്റെ ഇടത്തോടുകൂടി, ജീവിതത്തെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി, വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നേരിടുന്നവർക്കുള്ളതാണ് നമ്മുടെ ആത്മീയത. അല്ലാതെ ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട് വരുന്ന, ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഒത്തുചേരുന്ന ഒരു സങ്കേതമല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ. ക്ഷീണാത് ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് ആചാര്യന്മാരെന്നെ വിധിച്ചത്. നമ്മുടെ ക്ഷീണങ്ങളിൽ നിന്ന്, നമ്മുടെ ക്ഷതങ്ങളിൽ നിന്ന് നമ്മെ ത്രാണനം ചെയ്യാൻ, നമ്മെ രക്ഷിക്കാൻ പ്രാപ്തമായതെന്തോ അതാണ് ക്ഷേത്രം എന്ന ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ സങ്കേതമല്ല. എങ്കിലും നമുക്കിഷ്ടമുള്ള ആളുകളോട് നമ്മുടെ അല്പം വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സും ഒക്കെ ഒന്ന് തുറക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ്. അപ്പൊ എന്നതോട് ഭഗവാനും നമ്മുടെ ഇഷ്ടദേവതയായതുകൊണ്ട്, ഭഗവാനും നമ്മുടെ ആരാധ്യ പുരുഷനായതുകൊണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് ദുഃഖങ്ങളൊക്കെ ഈശ്വരനുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല. ഷെയർ ചെയ്യാം, അതിൽ വലിയ അപകടമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ നമ്മുടെ ദുഃഖങ്ങൾ മാത്രം ഭഗവാനായിട്ട് ഷെയർ ചെയ്താൽ പോരാ, നമ്മുടെ സന്തോഷങ്ങളും കൂടി ഈശ്വരനായിട്ട് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സന്തോഷമുള്ള സമയത്ത് ആരാണോ ഈശ്വരനെ ഓർക്കുന്നത് അവന് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സന്തോഷമുള്ള സമയത്ത്, ആഹ്ലാദ തിമർപ്പിൽ നിൽക്കുന്ന നേരത്ത്, ആനന്ദത്തിൽ നിൽക്കുന്ന നേരത്തൊന്നും നമ്മൾ സാധാരണ അമ്പലത്തിനെയും ക്ഷേത്രത്തെയും ഭഗവാനെയും ഒന്നും ഓർക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ സന്തോഷമുള്ള സമയങ്ങളിൽ ഈശ്വരനെ ഓർക്കുന്നവന് ഒരിക്കലും ദുഃഖത്തെ നൽകില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിലും നമ്മളൊക്കെ ഭക്തരായിരുന്നിട്ടും, നമ്മളൊക്കെ രാമായണം വായിക്കുന്നവരായിരുന്നിട്ടും, മറ്റുള്ള ഭാഗവതം, മറ്റുള്ള നാരായണീയ കൃതികളൊക്കെ വായിക്കുന്നവരായിരുന്നിട്ടും നമുക്ക് ക്ലേശങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നുവെങ്കിൽ ഭഗവാൻ ഗീതയിൽ പറയുന്നു, എന്റെ ഭക്തനെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്റെ ഭക്തനെ ഒരിക്കലും ഒരു ക്ലേശവും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു. എന്നിട്ടും നമ്മളൊക്കെ ഭക്തരായിരുന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എങ്കിൽ നമ്മുടെ ഭക്തിയെ നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഭക്തിയിൽ എവിടെയോ ചില പിഴവുകളുണ്ട്, നമ്മുടെ ഭക്തി മാർഗത്തിൽ എവിടെയോ നമ്മൾ വഴിപിഴച്ചു പോകുന്നുണ്ട്, അത് നമ്മൾ തിരുത്തണം എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള ഒന്നിൻ്റെയും റിസൾട്ട് നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ കർമ്മഫല മാത്രം. നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള, നമ്മൾ അനുസരിക്കാത്തതായിട്ടുള്ള ഒന്നിൻ്റെയും ഒരു റിസൾട്ടും നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ, ഒരാൾ നമ്മളെ അടിച്ചാൽ ഒക്കെ നമുക്ക് ക്ലേശമുണ്ടാകും, നമുക്ക് വിഷമുണ്ടാകും. നമ്മൾ അത്തരം അനുഭവങ്ങൾ മറ്റാരെങ്കിലോടും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതും നല്ലതാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ ഒരാളെ കളിയാക്കുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോൾ, ഒരാളെ തെറിവിളിക്കുമ്പോൾ, ഒരാളെ അടിക്കുമ്പോൾ, ഈ പ്രകൃതിയിൽ ആ സമയത്ത് തന്നെ ഈ പ്രകൃതി നമ്മളോടും അത്തരത്തിൽ ചെയ്യാനായിട്ട് ഒരാളെ അണിയിച്ചൊരുക്കി കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്.
അത് ചിലപ്പോൾ നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ലഭിക്കുക, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. എപ്പോഴെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്നതിന് മുൻപ് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ അകാരണമായിട്ട് എന്തെങ്കിലും അനീതികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ അനുപാതത്തിൽ നമുക്ക് തിരിച്ചു ലഭിച്ചേ മതിയാകൂ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരാളെ അടിച്ചാൽ നമ്മൾ വലിയ വിഷമമൊന്നും കരുതേണ്ടതില്ല എന്നാണ്. കാരണം ഇത് എവിടെയെങ്കിലും നമ്മളും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരാൾ ചീത്ത പറഞ്ഞാൽ, കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ നമ്മൾ വളരെ ഭീമമായ രീതിയിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട. ഇത് എന്റെ കർമ്മഫലാണെന്ന് ചിന്തിക്കാം. രാമായണത്തിലൊക്കെ ഉടനീളം ഇതാണ് കാണിക്കുന്നത്. ഈ കർമ്മഫലങ്ങൾ ഓരോരുത്തരിലേക്കും വരുന്ന വരിയായിട്ട് വരുന്ന കർമ്മഫലങ്ങൾ ഇതാണ് രാമായണത്തിൽ ഉടനീളം കാണിച്ചു തരുന്നത്. എല്ലാവരും ചെയ്യുന്നത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങള് അവരവരുടെ കർമ്മഫലങ്ങളാണ്. സീതയ്ക്കുണ്ടാകുന്ന ദുഃഖങ്ങളുടെ കാരണം സീതയുടെ കർമ്മഫലങ്ങള്, പ്രവൃത്തികള്. സീതയ്ക്ക് എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത്? ശ്രീരാമനെ പിരിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കണം. ഒരു സ്വർണം കൊണ്ടുള്ളൊരു മാൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോ അത് വേണമെന്ന് നമ്മൾ പറയുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോഴാണ് സീതാപഹരണം നടക്കുന്നത്. നമ്മൾ കുട്ടികളൊക്കെ പൂരപ്പറമ്പിൽ പോകുമ്പോൾ പലതും കാണുമ്പോൾ വാങ്ങാൻ വാശി പിടിക്കുന്ന പോലെ ഉള്ള രീതിയിലുള്ള ഒരു അല്പസമയത്തെ നമ്മുടെ പക്വതക്കുറവ്. സീതയ്ക്ക് പോലും അത് സംഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കും. ഒരല്പസമയത്തെ നമ്മുടെ പക്വതക്കുറവ് നമ്മുടെ ജീവിതത്തെ ഉടനീളം വിഷമസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കും, ഒരിക്കലും സ്വർണം കൊണ്ടുള്ള ഒരു മാനോ അത്തരത്തിലുള്ള ഒരു സംഗതിയോ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു മായാ വിഭ്രമത്തിൽ ആകപ്പെടുന്നു. ആ സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനം നമ്മളെ ചതിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അത് മാത്രമല്ല, ലക്ഷ്മണ രേഖയും ഭേദിക്കുന്നതായിട്ട് പറയുന്നു. ഈ സമൂഹത്തില് ഓരോ സ്ത്രീകൾക്കെന്ന് മാത്രമല്ല പുരുഷന്മാർക്കുണ്ട് ഓരോ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾക്ക് പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് ആര് പോയാലും അവരെ കൊണ്ടുപോകാൻ രാവണൻ വന്നിരിക്കും എന്നുള്ളതാണ്. ആ പരിധിക്കുള്ളിൽ തന്നെ നമുക്കൊക്കെ ഉണ്ട് ലക്ഷ്മണ രേഖകൾ. കാരണം ചില നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ആ നിയന്ത്രണങ്ങൾ നമ്മൾ എപ്പോൾ മറികടക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരിലും നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട ധർമ്മം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ്. നമ്മുടെ എന്തു ഭാവത്തോടു കൂടിയാണോ നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ വരുന്നത്, ആ ഭാവത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നമ്മൾ വളരെ സംശയത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ വരുന്നത് വെച്ചാൽ എന്തായിരിക്കും, ഭഗവാൻ ഇവിടെ ഉണ്ടാവോ, വെറുതെ ആണാവുന്നു വന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, വീട്ടിൽ ചെന്നാൽ ഈ സംശയം തന്നെ ഉണ്ടാവുള്ളൂ. അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയണേ, ഇന്ന് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതിനൊന്ന് ഉചിതം ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ഇങ്ങനെ വിദ്വേഷത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ വരുന്ന വെച്ചാൽ തിരിച്ച് വീട്ടിൽ ചെന്നാലും നമ്മളെ കാത്തിരിക്കുന്നത് ആ വിദ്വേഷമായിരിക്കും. ആരെങ്കിലോട് വഴക്കുണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നെങ്കിൽ വീട്ടിൽ ചെന്ന് നമ്മളെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയൽക്കത്തോടുള്ളവർ കാത്തിരിക്കുന്നത് ആ വിദ്വേഷത്തെ ആയിരിക്കും. ഏത് ഭാവത്തിലാണോ നിങ്ങൾ ക്ഷേത്ര സംഗീതത്തിൽ വരുന്നത് അതിന്റെ ഇരട്ടിയായിട്ടുള്ള ഭാവത്തോടുകൂടി തിരിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. സംശയമാണെങ്കിൽ സംശയം, വിദ്വേഷമാണെങ്കിൽ വിദ്വേഷം, ഏത് ഭാവത്തിലാണെങ്കിലും അത് നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ ആ കർമ്മങ്ങളിലൊക്കെ നമുക്ക് ഒരു വിശുദ്ധി ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ കുറെ ഇതുകളായിട്ട് നമ്മൾ എഴുത്തച്ഛന്റെ ഒരു രാമായണം ആണ് നമ്മൾ മുന്നോട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥമായിട്ടുള്ള അതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. വാൽമീകി രാമായണം നമുക്ക് എളുപ്പം വായിക്കാനും മനസ്സിലാക്കാനും സാധാരണക്കാരായ നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എഴുത്തച്ഛൻ നമുക്കത് മലയാളത്തിലാക്കി നമുക്ക് രചിച്ചു തന്നു എന്നുള്ളതാണ്. പക്ഷെ വാൽമീകി രാമായണം അതിബൃഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ്.
ആ ഗ്രന്ഥത്തെ 6-1 ചുരുക്കിയിട്ടാണ് നമുക്ക് ആധ്യാത്മ രാമായണം കിളിപ്പാട്ടാക്കി നമുക്ക് തരുന്നത്. ഏകദേശം നമ്മുടെ വാൽമീകി രാമായണം 7 കാണ്ഡങ്ങളിലായിട്ട് 500 സർഗങ്ങളിലായിട്ട് ആണ് 24,000 ശ്ലോകങ്ങളോടുകൂടി 96,000 വരികളോടുകൂടി 7,68,000 വാക്കുകളോടുകൂടിയാണ് രചിച്ചിട്ടുള്ള അതിബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വാൽമീകി രചിക്കപ്പെട്ട രാമായണം. ആ രാമായണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ചുരുക്കി 6-1 ചുരുക്കി ഏകദേശം 4,228 ശ്ലോകങ്ങളാക്കി 24,000 ശ്ലോകത്തെ 4,228 ശ്ലോകങ്ങളാക്കി ചുരുക്കി നമുക്ക് എഴുത്തച്ഛൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. ആ ഗ്രന്ഥമാണ് നമ്മൾ കേരളത്തിൽ ഇന്ന് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നത്. ഉയർന്ന ആളുകൾ ഉപയോഗിക്കുന്നത് കുറച്ച് വാൽമീകി രാമായണത്തെയാണ്. വാൽമീകി രാമായണത്തിന്റെ മൂലത്തെയാണ് അവരൊക്കെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ എഴുത്തച്ഛന്റെ രാമായണമാണ് ഉപയോഗിക്കുന്നത്. എഴുത്തച്ഛന്റെ രാമായണവും നമുക്ക് ഭൗതികമായിട്ടുള്ള മോക്ഷവും സുഖങ്ങളും മാത്രമല്ല, നമുക്ക് അത്യാവശ്യം സമൂഹത്തിൽ ജീവിക്കുന്നതിനുള്ള ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളും തരാനായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അതിലുണ്ട് എന്നുള്ളതാണ്. ഓരോ ഭാഗങ്ങളും നല്ല മക്കളുണ്ടാകാൻ പുത്രകാമേഷ്ടി നിത്യവും പാരായണം ചെയ്യാൻ പറയാറുണ്ട്. ഒട്ടനവധി പേർക്ക് നമ്മുടെ അനുഭവത്തിലും അറിവിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുത്രകാമേഷ്ടി എന്നുള്ള ഭാഗം നല്ല മക്കളുണ്ടാകാൻ, മക്കളില്ലാതിരിക്കുന്നവർക്ക് ഒക്കെ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. തന്നോടെ ഗുരുവായ വസിഷ്ഠ യോഗത്താൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം നമ്മൾ പാരായണം ചെയ്തിരിക്കണം. അതുപോലെ അങ്ങനെ ഓരോ ഭാഗങ്ങളും പുത്രകാമേഷ്ടി എന്ന് മാത്രമല്ല, നല്ല മക്കള് സൽസ്വഭാവികളാകാൻ അമ്മമാര് നിർബന്ധമായിട്ടും ലക്ഷ്മണോപദേശം വായിച്ചിരിക്കണം. ലക്ഷ്മണോപദേശം സാധിക്കുമെങ്കിൽ അവരെ കേൾക്കാൻ അനുവദിച്ചിരിക്കണം. ലക്ഷ്മണോപദേശം വായിച്ച് കേൾക്കുന്ന വീട്ടിലെ കുട്ടികളൊന്നും ഒരു കാരണവശാലും വഴിപിടച്ചു പോകില്ല എന്നാണ് പറയുന്നത്. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് തുടങ്ങുന്ന ലക്ഷ്മണോപദേശം. അങ്ങനെ ഓരോ ഭാഗത്തിനും ഓരോ ഫലശ്രുതികളുണ്ട്. സുന്ദരകാന്ഡം അതിനേക്കാൾ മനോഹരമാണ്. വാൽമീകി ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങളും സുന്ദരകാന്ഡത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് സമാനമാണ് സുന്ദരകാന്ഡം പാരായണം ചെയ്യുക എന്നുള്ളത്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു സംഗതിയാണ്. നിത്യം വായിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് സുന്ദരകാന്ഡവും. ആ പേര് പോലെ തന്നെ വളരെ സുന്ദരമാണ് സുന്ദരകാന്ഡം. അതും നമ്മൾ പാരായണം ചെയ്യണം. സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിലും കുറച്ച് സമയം വന്നിരുന്ന് പാരായണം ചെയ്യാം. കാരണം വീടിന്റെ എനർജി അല്ല ക്ഷേത്രത്തിന്റെ എനർജി. ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലസിദ്ധി കൂടുതലാണ്. കുറച്ച് സമയം, ഒരു 4 വരിയെങ്കിലും നമുക്ക് ക്ഷേത്രത്തിൽ വന്നിരുന്ന് കുറെ പേര് നമുക്ക് ഇവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്. അത് കുറച്ചു പേരെങ്കിലും മറ്റുള്ളവർക്ക് ശല്യമാകാതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നുള്ള പദത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കുറച്ചു സമയം പാരായണം ചെയ്യാൻ, നമുക്ക് ക്ഷേത്രത്തിൽ വന്നിരുന്ന് നമുക്ക് കുറച്ച് പാരായണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതും വലിയ മഹത്തായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അതിലെ രാവണനെ മനസ്സിലാക്കണം, ശ്രീരാമനെ മനസ്സിലാക്കണം, സീത ആരാണെന്ന് മനസ്സിലാക്കണം, എവിടെയൊക്കെയാണ് ഇവിടെ താളപ്പഴകൾ വന്നത്, എവിടെയൊക്കെയാണ് ദുഃഖങ്ങൾ ഉണ്ടായതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. രാവണനെയൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ്. നമ്മൾ മറ്റു സിനിമകൾ കാണുന്ന പോലെ വില്ലൻ കഥാപാത്രങ്ങളൊന്നുമല്ല രാവണനൊന്നും. ഇന്നലെ മാഷൊക്കെ സംസാരിച്ച സമയത്ത് അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്നലെ നമുക്കത് പറഞ്ഞു തരികയുണ്ടായിരുന്നു. ഓരോ കഥാപാത്രങ്ങളും രാവണനെ പോലെ ഭക്തൻ ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ശിവനെ തപസ് ചെയ്ത് ശിവന്റെ കയ്യിൽ നിന്ന് ചന്ദ്രകാസം ഗിഫ്റ്റായിട്ട് വാങ്ങിച്ച ആളാണ് രാവണൻ. സാമവേദം പാരായണം ചെയ്യാൻ രാവണനെ കവച്ചു വയ്ക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ സമസ്ത മേഖലകളിലും പത്നിയെ സ്നേഹിക്കുന്ന കാര്യത്തില്, മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തില്, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തില്, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും, ഭക്തിയുടെ കാര്യത്തില്, എല്ലാ കാര്യത്തിലും രാവണൻ മുൻപന്തിയിലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ നാശം സംഭവിക്കുന്നത്? ജീവിതത്തില്
നമുക്ക് ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും, ഏത് അനുഗ്രഹങ്ങളിലാണോ നമ്മൾ അഹങ്കരിക്കുന്നത്, ഈശ്വരൻ തന്നിട്ടുള്ള ഏതേത് കാര്യങ്ങളിലാണോ നമ്മൾ അഹങ്കരിക്കുന്നത്, ആ അഹങ്കാരം നമ്മെ അധപതനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് രാവണൻ നമുക്ക് തരുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ്. എന്തൊക്കെയുണ്ടെങ്കിലും, പാണ്ഡിത്യം ഉണ്ടെങ്കിലും, ഭക്തി ഉണ്ടെങ്കിലും, വിശ്വാസം ഉണ്ടെങ്കിലും, നല്ല ഭർത്താവാണെങ്കിലും, നല്ല അച്ഛനാണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും അതിലൊക്കെ അഹന്ത വന്നാൽ രാവണന് ആകെ ഒരു ദൂഷ്യം അത് മാത്രമേ ഉണ്ടായുള്ളൂ. എന്തൊക്കെ തനിക്കുണ്ടോ അതിലൊക്കെ അഹന്ത ഉണ്ടായിരുന്നു. ഭക്തിയില് രാവണന്റെ കയ്യിലൊരു വിമാനമുണ്ട്, നമുക്കറിയാലോ, പുഷ്പക വിമാനം. ഈ പുഷ്പക വിമാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതും തപസ് ചെയ്ത ആൾ വാങ്ങി തന്നെയാണ്, ഒരുപാട് പ്രയത്നിച്ച് വാങ്ങി തന്നെയാണ്. ഈ വിമാനം എടുത്തിട്ട് നമ്മൾ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലെയല്ല. ഈ വിമാനം എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആരാണോ നമ്മുടെ മനസ്സിലുള്ളത് അവിടേക്ക് ഈ വണ്ടി ചെന്ന് നിൽക്കുന്നുള്ളതാണ്. ഇപ്പൊ രാവണൻ പല സമയത്തും ഭാര്യ വീട്ടിൽ പോകേണ്ട കാര്യത്തിനാണെങ്കിലും, മാർക്കറ്റിൽ പോകേണ്ട കാര്യത്തിനാണെങ്കിലും, എന്തിനാണെങ്കിലും ഈ വിമാനം ചെന്ന് നിൽക്കുക കൈലാസത്തിലായിരിക്കും. അപ്പൊ അവസാനം ഒരു ദിവസം ശിവനോട് ചോദിച്ചിട്ട്, എന്തത്, ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, പക്ഷെ വണ്ടി വന്നത് ഇവിടേക്കാണ്, ഇതെന്തത്? അപ്പൊ ശിവൻ പറഞ്ഞു, നീ ഇത് എപ്പോഴും നിന്റെ മനസ്സിൽ ആരാണോ അവിടെയാണ് ഈ വണ്ടി ചെന്ന് നിൽക്കുക. അപ്പൊ സദാസമയവും മനസ്സിൽ ശിവനെ ഭജിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഏഴലയ്ക്ക് നമ്മൾ അമ്പലത്തിൽ വരുന്ന ഒരു സെക്കൻഡ് പോലും നമ്മൾ ഭഗവാൻ ഓർക്കാൻ നമുക്ക് നേരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ വന്നു പോയാൽ പിന്നെ നമ്മൾ ഓർക്കാൻ നാളെ രാവിലെയാണ് ഭഗവാൻ. സദാസമയവും ഭഗവാനെ ഓർത്തിരുന്ന ആൾക്കും നാശം സംഭവിക്കണം. എന്തുകൊണ്ടത്? ആ ഭക്തിയിലും വിശ്വാസത്തിലും ഒക്കെ അഹന്ത ഉണ്ടായിരുന്നു. അഹന്ത എന്തിനു വന്നാലും അതിൽ നാശം നമുക്ക് നേരിടും എന്നുള്ളതാണ്. അത് നമുക്ക് രാവണിൽ നിന്ന് പഠിക്കേണ്ടുന്ന വലിയ ഒരു ബുദ്ധിമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബുദ്ധി കാണിക്കാനാണല്ലോ 10 തല തന്നത്. നടേശ മാഷ് വളരെ വ്യക്തമായിട്ട് 10 തലയെ കുറിച്ച് പറഞ്ഞു തരേണ്ടായിരുന്നു. 10 തല വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, ബുദ്ധിമാനാണ്, അതിസുന്ദരനാണ്, അതിനേക്കാൾ ഉപരി സമ്പന്നനാണ്. ലങ്കയിൽ മണ്ണില്ല എന്നാണ് വാൽമീകി രാമായണം പറഞ്ഞത്. എല്ലാം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ധാർമ്മികമായിട്ടുള്ള കഥാപാത്രങ്ങൾക്കും ക്ലേശങ്ങൾ സംഭവിക്കണു. മർദ്ധരാക്കി നമ്മൾ ചിന്തിക്കുന്നു, മധുരയെ നമ്മൾ ഒരുപാട് വെറുക്കുന്നു. കാരണം ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതും ഈ യുദ്ധമുണ്ടാകുന്നതും ഇതെല്ലാം മധുരയുടെ ഒരു വാക്കുമൂലാണ്. പക്ഷെ നമ്മൾ വെറുക്കേണ്ട കഥാപാത്രമാണോ? നമ്മൾ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മധുരയാവാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. വീട്ടിൽ ചെന്നിട്ട് ചിന്തിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം അല്ലെങ്കിൽ ആകെ പ്രശ്നം. ഇതെല്ലാം നമ്മളിലൂടെയുള്ള കഥാപാത്രമാണ്, നമ്മളിൽ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ്. നമ്മളെപ്പോഴൊക്കെ മറ്റുള്ള കുടുംബങ്ങൾ കലക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ മധുരയാണ്. എപ്പോഴൊക്കെ മറ്റുള്ളവരെ ആക്രമിക്കുവാൻ തുനിയുന്നുവോ അപ്പോഴൊക്കെ ശൂർപ്പണഖയാണ്. എപ്പോഴൊക്കെ നമ്മൾ രാമനാമം ജപിക്കുന്നുവോ, എപ്പോഴൊക്കെ നമ്മൾ പാതിവ്രത്യം നിലനിൽക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ സീതയാണ് അല്ലെങ്കിൽ മണ്ഡോദരിയാകുന്നു എന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ എല്ലാ സമയത്തും നമുക്ക് ഈശ്വരനാമം ജപിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ടാകണേ എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയുണ്ടെങ്കിലും നമുക്ക് അഹങ്കരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിരിക്കും. ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അമ്മമാരൊക്കെ യിലൂടെയാണ് വലിയ മാറ്റങ്ങൾ ഈ പ്രകൃതിയിലും ഭൂമിയിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. 3-4 അമ്മമാര് മാത്രം കൂടിയാൽ ഒരു ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഒരു സമാജത്തെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഭൂരിഭാഗം നമ്മൾ വീടുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ പല വീടുകളും അർദ്ധചിത്രങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അവിടെയൊക്കെ അമ്മമാരിലുള്ള തകരാറുകൾ മൂലമാണെന്നാണ്. അമ്മമാരൊക്കെ എവിടെ തകരാറപ്പെടുന്നുവോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, നമുക്ക് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഈശ്വരന് തുല്യമായിട്ട് നമ്മൾ ആരാധിക്കുന്നതാണ് നമ്മുടെ സ്ത്രീജനങ്ങളെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ പറഞ്ഞത്, എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ കളിയാടുന്നു എന്നുള്ളതാണ്. എവിടെ സ്ത്രീജനങ്ങൾ ക്ലേശിക്കുന്നുവോ, വീടുകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും
ഏതൊരു പ്രസ്ഥാനത്തിലാണെങ്കിലും സ്ത്രീകൾ ക്ലേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും നന്മകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മഹാലക്ഷ്മിയും ഭദ്രകാളിയും എല്ലാം സ്ത്രീ വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത്. ഇത് ഇടഞ്ഞാല് അഗ്നി പോലെയാണ്. അഗ്നിയെ നമുക്ക് നല്ലതായിട്ടും ഉപയോഗിക്കാം, അത് ഒരു നാട് മുഴുവൻ നശിപ്പിക്കാനായിട്ട് അഗ്നിക്കും സാധിക്കും എന്നുള്ളത്. അമ്മമാര് ക്ലേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നും മഹാലക്ഷ്മി വിളയാടില്ല എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലുള്ള അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വീടുകളൊക്കെ പുരോഗതിയെ പ്രാപിക്കാൻ, നിഷ്ഠയുണ്ടാകാൻ അമ്മമാര് ശ്രദ്ധിച്ചെങ്കിലേ അത് നടക്കുള്ളൂ എന്നുള്ളതാണ്. അമ്മമാര് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പാരമ്പര്യം തന്നെ ഉണ്ണിയാർച്ചയുടെ പാരമ്പര്യമാണ്. വളരെ നിഷ്ഠയോടുകൂടി ജീവിതം നയിച്ച 18 കളരിക്കും ആശാത്തിയായിട്ടുള്ള ഉണ്ണിയാർച്ചയുടെ പാരമ്പര്യമാണ് നമ്മുടെ. നമ്മൾ വടക്കമ്പാട്ടിലൊക്കെ വീട്ടിലെ പുലരൂപാനേഴര രാവുള്ളപ്പോൾ ഞെട്ടിയുണർന്നവൾ ഉണ്ണിയാർച്ച. നന്നായിട്ട് അറിയാൻ ഇവിടെ ഉള്ളവർ, അതിനേക്കാളൊക്കെ ഒത്തിരി മുതിർന്ന ആളുകളുണ്ട്. വടക്കമ്പാട്ട് നന്നായിട്ട് അറിയുന്നവരാണ്. പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ ഞെട്ടിയുണർന്നവളാണ് ഉണ്ണിയാർച്ച. നമ്മള് എത്ര മണിയായാലും നമുക്കൊരു ഞെട്ടലും വരാൻ വഴിയില്ല. കാരണം അത്രയും നിഷ്ഠയോടുകൂടി ജീവിച്ച ഒരു സ്ത്രീ കഥാപാത്രത്തിനാണ് സമൂഹത്തെയും നാടിനെയും അത്രയും ഗംഭീരമായിട്ട് നയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇതിഹാസങ്ങളിൽ സംഭവിച്ച 2 യുദ്ധങ്ങളും സ്ത്രീയെ ചൊല്ലിയാണ് ഉണ്ടായിട്ടുള്ളത്. രാമരാവണ യുദ്ധം നടക്കുന്നത് സീതയെ ചൊല്ലിയാണ്, സീതയെ പ്രതിയാണ് ആ യുദ്ധം നടക്കുന്നത്. മഹാഭാരത യുദ്ധത്തിലേക്ക് നമ്മൾ പോയാലും മനസ്സിലാക്കാൻ സാധിക്കും, പാഞ്ചാലിയാണ് അവിടെയും യുദ്ധത്തിന്റെ പ്രധാന ഹേതുവായിട്ട് വരുന്നത്. ആ കഥാപാത്രത്തെ പാഞ്ചാലിയെ ചൊല്ലിയാണ് അവിടെയും യുദ്ധം നടക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് എത്രത്തോളം നന്നാവാനും അതിനോടൊപ്പം തന്നെ അധപതിക്കാനും നമ്മുടെ അമ്മമാർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ അമ്മമാരുടെ മാറ്റം സമൂഹത്തിലേക്ക് വലിയ മാറ്റത്തെ ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് കൗരവർക്ക് മുഴുവൻ ആളുകൾക്ക് നശിക്കേണ്ടി വരുന്നത്? പാഞ്ചാലി കണ്ണുകെട്ടി. പാഞ്ചാലി കണ്ണുകെട്ടിയാൽ എന്താണ്? 100 മക്കളെയും നേരാവഴിയിൽ ശ്വാസിച്ച് നേർവഴിക്ക് നടത്തുന്നത് കണ്ട് ശീലിപ്പിക്കേണ്ട ആള് നേരത്തെ കണ്ണുകെട്ടിപ്പോയി. കണ്ണുകെട്ടിപ്പോയപ്പോ മക്കൾ എന്ത് ചെയ്തു? മക്കള് വഴിപിഴച്ചു. വഴിപിഴച്ച് സഞ്ചരിച്ച് തന്റെ 100 മക്കളും മരിച്ചു വീഴുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ അതുകൊണ്ട് ക്ഷേത്ര ആരാധന നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ദുഃഖങ്ങളുടെ ഭാണ്ഡം മാത്രം ഇറക്കാനുള്ളതല്ല. നമ്മൾ ഭഗവാൻ പല പ്രാർത്ഥനകളും നമ്മൾ ശ്രീരാമന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശ്രീരാമൻ തിരിച്ചൊരു ചോദ്യം ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുകയാണ്. എൻ്റെ അമ്മ അനുഭവിച്ച അത്രയും ദുഃഖം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുപോകും. കൃഷ്ണന്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. എൻ്റെ മോന് ബസ് വേണം, എൻ്റെ മോന് ജോലി കിട്ടണം, എൻ്റെ മരുമകൾക്ക് കുട്ടി ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, എൻ്റെ അമ്മ അനുഭവിച്ച അത്രയും ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, ദേവകി അനുഭവിച്ച ദുഃഖം, തന്റെ 7 മക്കളെയും പ്രസവിച്ച ഉടനെ അമ്മിക്കല്ലിൽ അടിച്ചു കൊല്ലുന്നതിന് സാക്ഷ്യം വഹിച്ചവളാണ് ദേവകി. അത്രയും ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ദേവകി. കൃഷ്ണന്റെ അമ്മ അനുഭവിച്ച ദുഃഖത്തിന്റെ 7 മക്കളെയും നമ്മൾ ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു. അത്രയും ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീയുടെ മുന്നിലേ ഭഗവാൻ അവതരിക്കുള്ളൂ എന്നുള്ളതാണ്. ഭഗവാൻ അവതരിക്കുന്നതിനും ഭഗവാനെ കാണുന്നതിനും ഭഗവാന്റെ സാമീപ്യം മനസ്സിലാക്കുന്നതിനും ഒക്കെ കുറച്ച് ത്യാഗം അനുഭവിച്ചേ മതിയാവും. ത്യാഗേനൈകേന അമൃതത്വ മാനുഷ. ത്യാഗം എന്ന ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് അമരത്വത്തെ പ്രാപിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. കുറച്ച് ത്യാഗം അനുഭവിച്ചെങ്കിൽ മാത്രമേ, നമുക്ക് കുറച്ച് ക്ലേശങ്ങൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ഒരു നവീകരണം സംഭവിക്കുള്ളൂ എന്നുള്ളതാണ്. ദുഃഖങ്ങളൊക്കെ നമുക്ക് തരുന്നത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടൊക്കെയാണ് ഇത് വരുന്നത്. കർമ്മഫലങ്ങളാണ് ഒക്കെ ഇത് വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ന്യായവും അന്യായവും കൂടി നോക്കണം എന്നുള്ളതാണ്. പല പ്രാർത്ഥനകളും അന്യായങ്ങളായിരിക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ലഭിച്ചാൽ എന്തായിരിക്കും? ഈ ലോകത്തെ ഏറ്റവും വഷളരായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ ഭഗവാൻ ഇങ്ങനെ ലൈവായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വഷളന്മാരായിരിക്കും നമ്മൾ എന്നുള്ളതാണ്. ഭഗവാൻ അത് അറിഞ്ഞേ തരൂ. നമ്മളൊന്നും പ്രാർത്ഥിക്കണ്ട.
വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ വായിക്കുന്നു ത്രിലോകാത്മ, 3 ലോകങ്ങളെ കുറിച്ചും നല്ല ജ്ഞാനമുള്ള ആളാണ്. ഇന്ന് ഈ രാമായണ വിചാര സദസ്സിൽ ആരൊക്കെ വന്നിരിക്കണമെന്ന് ഭഗവാൻ ഇന്നലെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നാളെ ആരൊക്കെ ഇവിടെ വന്നിരിക്കണം എന്നുള്ളത് ഭഗവാൻ അതും നിശ്ചയിച്ചു വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റന്നാൾ ആര് വരണം എന്നുള്ളത് അതും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളിന്ന് നിശ്ചയിച്ചു പോയാൽ പോലും നാളെ വരാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഭഗവാന്റെ കാര്യം ഉണ്ടെങ്കിൽ എത്താം, അത്ര മാത്രമേ പറയൂ. പക്ഷെ ഭഗവാൻ അതറിയാം. ത്രിലോകജ്ഞാനിയായിട്ടുള്ള ആൾക്ക് നമുക്ക് എന്ത് തരണം, എന്ത് വേണ്ട, എന്തൊക്കെ തന്നാൽ അപകടം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഭഗവാന് നന്നായിട്ട് നല്ല ലക്ഷ്യമുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് നമുക്ക് ലഭിക്കുക. ഒരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതി വെച്ച കഥ കേട്ടിട്ടില്ലേ? ഒരു കുട്ടി പരീക്ഷയ്ക്ക് കേരളത്തിന്റെ തലസ്ഥാനം ഏതാന്ന് വെച്ചപ്പോ തൃശ്ശൂർ എന്ന് എഴുതി വെച്ചു. എന്നിട്ട് കുട്ടി വീട്ടിൽ ചെന്ന് കുത്തിരുന്ന് വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാവണേ, ഭഗവാനെ തൃശ്ശൂരാവോ? ഇന്ന് വരെ ആയിട്ടില്ല, നാളെ ആവുമെന്നും നമുക്ക് നിശ്ചയമില്ല, മാറ്റമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ആയിട്ടില്ല. അവിടെ നമ്മുടെ കർമ്മഫലം ശരിയായിട്ടില്ല. കർമ്മഫലം ശരിയാവാതെ നമുക്ക് ഒരിക്കലും നമുക്ക് അനുഗ്രഹം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അതിയായ ഭക്തിയിലൊക്കെ ഭഗവാൻ പ്രസാദിച്ചിട്ട് നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ തരും. നമ്മൾ കുചേലന്റെ കഥ വായിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നമ്മുടെ പാണ്ഡിത്യമല്ല പ്രാധാന്യം. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുക, നമുക്ക് ഈശ്വര സാമീപ്യം ലഭിക്കാൻ, ഈശ്വര അനുഗ്രഹം ലഭിക്കാൻ നമ്മുടെ അക്കാഡമിക തലത്തിലുള്ള വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പന്നതയോ നമ്മുടെ പാണ്ഡിത്യമോ ഒന്നും അവിടെ അല്ല. ഇതൊന്നുമുള്ളവർക്ക് ഇത് ലഭിക്കണമെന്നൊന്നില്ല. നമ്മൾ പുരാണങ്ങളിലേക്ക് പോകുമ്പോൾ ഈശ്വരനെ സാക്ഷാത്കരിച്ചവരൊന്നും അക്കാഡമിക് വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിയുമായിട്ട് നമ്മൾ ഇതുപോലെ സംസാരിക്കുന്ന പോലെ കാളിയുമായിട്ട് സംസാരിച്ചിരുന്ന ആളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അക്ഷരാഭ്യാസം പോലും ഉണ്ടാകാത്ത ആളായിരുന്നു. സ്കൂൾ എന്താണെന്ന് പോലും അറിയാത്ത ആളായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. പക്ഷെ ഈശ്വരനുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ അമൃതാനന്ദമയി എടുത്തു നോക്കിയാണെങ്കിലും അക്കാഡമിക് തലത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ കുചേലനെ എടുത്തു നോക്കിയാലും നമ്മളതുപോലെ കൂറൂരമ്മയെ എടുത്തു നോക്കിയാലും ഒക്കെ നോക്കിയാല് അവരൊന്നും സമ്പന്നതയോ പണമോ പാണ്ഡിത്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാണ്ഡിത്യം ഒരു പരിധി വിട്ടാൽ ആത്മീയതയ്ക്ക് എതിരു കൂടിയാണ്. കാരണം അധികം പാണ്ഡിത്യം കൂടിയാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില അഹങ്കാരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം പാണ്ഡിത്യമൊന്നുമല്ല, ഭഗവാനെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി തന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് ആവശ്യമായത് എന്തോ, ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നാളെ വലിയ ലിസ്റ്റ് ഒന്നും എഴുതി കൊണ്ടുവരണ്ട. എനിക്കത് വേണം, ഇത് വേണം, അത് വേണം ഒന്നും പറഞ്ഞ് എഴുതി കൊണ്ടുവരണ്ട. കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. കാരണം ക്ഷേത്രത്തിന് പണം ആവശ്യമുള്ളത് കൊണ്ടും ക്ഷേത്രത്തിലേക്ക് പണം കൊടുക്കേണ്ടത് നമ്മുടെ ധാർമ്മികതയായതുകൊണ്ടും പണം തീർച്ചയായിട്ടും വേണം. പക്ഷേ ആ പണം കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന് കരുതരുത്. എള്ളുതിരി കത്തിക്കാനായിട്ട് ഒരിക്കലും ഫോണിൽ വിളിച്ചു പറഞ്ഞ് സ്റ്റാലിൻ ചേട്ടനോട് പറയരുത്, എള്ളുതിരി എന്റെ പേരിൽ 2 അവിടെ കത്തിച്ചേക്കെന്ന് പറയരുത്. കാരണം എള്ളുതിരി കത്തിക്കുന്നത് ശനിദോഷ നിവാരണത്തിന് വേണ്ടിയാണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ രോഗം വരുന്നു. ആ ഇരുമ്പിന്റെ അംശം ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എള്ള് കത്തുമ്പോഴാണ് അത് ലഭിക്കുന്നത്. ആ വ്യക്തി നേരിട്ട് വന്ന് അത് വാങ്ങി കത്തിച്ച് അത് കണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എള്ളുപാടം തീ പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ളവർക്ക് മുഴുവൻ ശനിദോഷം തീരില്ലേ? തീരാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ നമ്മള് അത്തരം വിളിച്ചു പറഞ്ഞ് ഫോണിലൂടെ അല്ല ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഭഗവാൻ കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നും നമ്മളൊരു വിമുഖത കാണിക്കരുത്. കാരണം ഇന്ന് നമ്മൾക്കുള്ള പണം, ഇന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വണ്ടി, വീട്ടിലെ AC, മക്കള് ഒക്കെ ഭഗവാൻ തന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നുള്ളതിന്റെ എല്ലാ സൗഭാഗ്യത്തിന്റെയും ഒരംശം ഭഗവാന് കൂടി കടപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആചാര്യന്മാർ പറയും, ഓരോ നാടിനെ സംബന്ധിച്ചും ഓരോ നഗരത്തെ സംബന്ധിച്ചും നമ്മുടെ വീട്ടിൽ ഒരു 4 ആളുണ്ടെങ്കിൽ അതിൽ ഒരാളെ കൂടി ഭഗവാനെ കൂടി പെടുത്തണം. അങ്ങനെ 5 ആളുണ്ട്. നമ്മുടെ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ 5 ആൾ. അപ്പൊ ഒരാൾക്ക് 4 ആൾക്ക് ജീവിക്കാൻ എന്തൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം വേണം, അതുപോലെ തന്നെ ഒരംശം അതിൽ ഭഗവാനും മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ നമുക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ ഭഗവാൻ അവകാശമുണ്ട്. കാരണം ഇതൊക്കെ തന്നിരിക്കുന്നത് അദ്ദേഹമാണ്.
എന്നിട്ടും നമ്മൾ അദ്ദേഹത്തിനോട് യാതൊരു കൃതജ്ഞതയോ സ്നേഹമോ നന്ദിയോ ഒന്നും കാണിക്കുന്നില്ല. നമുക്കുള്ള സൗഭാഗ്യങ്ങളുടെ ഒരു അംശം നമ്മൾ കൊടുക്കാൻ തയ്യാറില്ല. സമ്പത്തൊന്നും മാത്രമല്ല, സമ്പത്ത് കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ശരീരം കൊണ്ട് നമ്മൾ യത്നിക്കണം. നമ്മൾക്ക് ഇന്നുള്ള ആരോഗ്യം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം ഭഗവാന്. ആ നമുക്കിന്നുള്ള ആരോഗ്യത്തിന്റെ ഒരു അംശം ഭഗവാന് കൂടി കടപ്പെട്ടതാണ്, ഭഗവാന്റെ കൂടിയാണത്. അത് ഭഗവാന് നമ്മുടെ ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഓരോ ആളുകൾക്കും ഓരോന്നിലാണ് കൗതുകം. ചിലവർക്ക് ഭക്ഷണം വെക്കുന്ന കാര്യത്തിലായിരിക്കും, ചിലവർക്ക് മാല കെട്ടുന്ന കാര്യത്തിലായിരിക്കും, ചിലവർക്ക് ശുചീകരണ പ്രവർത്തനങ്ങളിലായിരിക്കും, ചിലവർക്ക് കണക്കെഴുതുന്ന ഏതിലാണ് എന്തെങ്കിലും ഒന്നിൽ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും. എന്തിനാണോ നമുക്ക് താല്പര്യമുള്ളത് അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാരണം ഓരോ നാടിന്റെയും ഐശ്വര്യമായിട്ട് നിൽക്കുന്നത് അതാത് തട്ടകത്തെ ക്ഷേത്രങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആപത്തുകളും വരുന്ന സമയത്ത് നമ്മൾ ജ്യോത്സ്യനെ സമീപിക്കുന്ന സമയത്ത് അവർ പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാം, ആരൂഢം തടുത്തിരിക്കുന്നു, നിങ്ങൾ പോയി തട്ടകത്തെ ക്ഷേത്രത്തിലെ ഭഗവാന് പോയി എന്തെങ്കിലും വഴിപാട് ചെയ്തിട്ട് വന്ന് നോക്കാൻ പറയും. കാരണം നമ്മുടെ ഒരു രോഗം എന്താണെന്ന് പോലും നിശ്ചയിക്കപ്പെടണമെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നുള്ളതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ക്ഷേത്രമാണ് പരമപ്രധാനം. ഈ ക്ഷേത്രത്തെ മറന്നുകൊണ്ട് നമ്മൾ മറ്റെവിടെ പോയാലും നമ്മളെ അനുഗ്രഹിക്കാൻ ആ ദേവതകൾക്ക് സാധ്യമല്ല. നമ്മൾ ഓടിപ്പോയാൽ മന്ത്രിയെ കാണാൻ സാധിക്കില്ല, നേരിട്ട് പോയാൽ മന്ത്രിയെ കാണണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. എന്നതുപോലെ നമ്മൾ ഇവിടെ നിന്ന് പഴനിയിൽ പോയി പ്രാർത്ഥിച്ചു. ഇവിടെയും കോണേക്കരയും മുരുകനാണ്, പഴനിയിലും മുരുകനാണ്. ആ പഴനിയിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ പോരാ. ഈ ദേവതയുടെ അനുഗ്രഹം നമ്മളിൽ ആവോളം ഉണ്ടെങ്കിൽ മാത്രമേ പഴനിയിലെ മുരുകനും നമ്മൾ അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. മൂകാംബികയിൽ പോയി പ്രാർത്ഥിച്ചാലും തിരുപ്പതിയിൽ പോയി പ്രാർത്ഥിച്ചാലും ഈ ദേവതയുടെ അനുഗ്രഹ കലകള് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ദേവതകൾക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് കാരണവന്മാര് പറയാം, അമ്മയെ നോക്കിയിട്ട് വേണം അമ്മായിയമ്മയെ നോക്കാൻ എന്ന് പറയും. കാരണം തട്ടകത്തെ ദേവതയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനം. ജീവിതത്തിലെ നമ്മളെ എല്ലാ സന്തോഷങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഇരിപ്പിടമായിട്ട് നിൽക്കുന്നത് നമ്മുടെ തട്ടകത്തെ ക്ഷേത്രമാണ്. അവിടെ നമുക്ക് ഏത് രീതിയിലാണോ, നമുക്ക് ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ആചാര്യന്മാർ പറയുന്നു, ക്ഷേത്രത്തിലേക്ക് ഇന്ന് 1000 രൂപ കൊടുത്താല് ഇന്നത്തെ കണക്കെഴുതുമ്പോ അത് ചെലവിന്റെ ഭാഗത്ത് എഴുതരുത് എന്നാണ് പറയുന്നത്, ആചാര്യൻ പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് 1000 രൂപ ഞാനൊന്ന് കൊടുത്തു എന്നുള്ളത് ചെലവിന്റെ ഭാഗത്ത് ഡെബിറ്റിലേക്ക് കൊണ്ടുപോകരുത്. കാരണം നമ്മൾ എന്ത് ക്ഷേത്രത്തിലേക്ക് ചെയ്യുന്നുവോ അതിന്റെ 3 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ അനുഭവങ്ങളും ക്ഷേത്രത്തിലേക്ക് കൊടുക്കാത്ത ആരും ജീവിതത്തിൽ വലിയ സമ്പന്നതയെ പ്രാപിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി സമ്പന്നതയെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലേശത്തിന് ഇടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്ന പ്രത്യേകിച്ച് തട്ടകത്തെ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്ന ദേശദേവതയ്ക്ക് കൊടുക്കുന്ന ഒരു ചെലവും നമ്മൾ ചെലവിന്റെ ഭാഗത്ത് എഴുതാൻ പാടില്ല എന്നുള്ള, അതിന്റെ 3 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കേണ്ടതാണ്. അതൊരു ഡെപ്പോസിറ്റ് ആണ്, അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത്രയും തപസ്സോടുകൂടിയാണ് നമ്മൾ ക്ഷേത്രത്തെ സമീപിക്കേണ്ടത്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങള് ജീവിതത്തിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കണ്ടിട്ടില്ലേ, ഇന്നുമുണ്ട് ഉയർന്ന തറവാടുകളില് വലിയ പ്രശ്നങ്ങൾ, നമുക്ക് പല പ്രതിസന്ധികളിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാതെ സാധിക്കാതെ വരുന്ന സമയത്ത് ഇന്നും വലിയ വലിയ തറവാടുകളിൽ കാണുന്ന ഒരു കാഴ്ചയാണ്, അവര് നിലവിളക്ക് കത്തിച്ചു വെച്ച് ശ്രീരാമന്റെ ചിത്രമൊക്കെ വെച്ച് ആരതി ചെയ്ത് ഈ രാമായണം പകുത്തെടുത്തിട്ട് വായിക്കും. ആ പകുത്തെടുത്തിട്ട് കിട്ടുന്ന ഭാഗം അനുസരിച്ച് നമ്മുടെ ഭാവിയുടെ ഗതിവിഗതികള് അവര് തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ മാത്രമേ രാമായണം കൈകൊണ്ട് തൊടാറുള്ളൂ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് വായിക്കേണ്ട വസ്തുവല്ല രാമായണം. കാരണം മരിക്കാൻ കിടക്കുന്ന ആള് പോലും പേടിച്ചു പോകും. കാരണം ഞാൻ മരിക്കാറായി തോന്നുന്നുണ്ട്, പിള്ളേരൊക്കെ രാമായണം വായിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ഞാൻ ഇപ്പം മരിക്കാൻ ഇത്തിരി പേടിയുള്ള ആളാണെങ്കിൽ പണ്ട് നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ മാത്രമേ അതും നമ്മൾ വായിക്കില്ല, നാട്ടിലൊരു പ്രമാണി ഉണ്ടാവും, ആ പ്രമാണി മാത്രമേ ഇത് രാമായണം വായിക്കുള്ളൂ എന്ന് കാലത്ത്. ഈ രാമായണം കർക്കിടക മാസത്തിൽ മാത്രം വായിക്കേണ്ടുന്ന വസ്തുതയല്ല രാമായണം. എല്ലാ സമയത്തും
നിശ്ചയിച്ചതുകൊണ്ട് നമ്മൾ കർക്കിടകം മാത്രം രാമായണ മാസമായിട്ട് എടുക്കുന്നു. ഇനി കർക്കിടകത്തില് ഒരുപാട് കോളുകൾ വരാറുണ്ട് ഫോണില്. സ്വാമി, കർക്കിടകത്തിൽ എന്റെ രാമായണം വായിച്ചു കഴിയില്ല, ഇനി വല്ല ആപത്തുണ്ടാവുമോ എന്ന്. ഒരു ആപത്തും വരാനില്ല. കർക്കിടകത്തിൽ രാമായണം വായിച്ചു കഴിഞ്ഞില്ലേ ചിങ്ങത്തിൽ വായിക്കുക, ചിങ്ങത്തിലും വായിച്ചു കഴിഞ്ഞില്ലെങ്കിൽ കന്നിയിലേക്ക് വായിക്കുക. എപ്പോഴെങ്കിലും വായിക്കണം. ഒരു നിഷ്ഠ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വൃത്തിയായിട്ട് നിഷ്ഠയോടുകൂടി വായിക്കുന്ന ആൾക്ക് കർക്കിടകത്തിൽ മാത്രം വായിക്കാനുള്ളത് ഇല്ല നമ്മുടെ രാമായണം, അത്രയ്ക്കേ ഉള്ളൂ. ഇനി അതെന്തെങ്കിലും കാരണവശാൽ നമുക്ക് പരിതസ്ഥിതികൾ നമുക്ക് അനുകൂലമല്ലാതെ വായിക്കാൻ സാധിക്കാതെ വന്നാല് ചിങ്ങത്തിലും അത് തുടർന്ന് വായിക്കുന്നതിൽ ഒരു വിരോധമില്ല. എപ്പോ വേണമെങ്കിലും നാമം ജപിക്കാനുള്ളതാണ്. പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, അന്തിമകാലയെ മോക്ഷവും സിദ്ധിക്കുന്നതാണ് രാമായണം ഭക്തിയോടുകൂടി വായിച്ചാൽ. ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആരെങ്കിലും രാമായണം വായിക്കുന്നത് കേൾക്കുമ്പോ ഒന്ന് ശാന്തമായി നിന്നൊന്ന് കേൾക്കുക. മറ്റു സംസാരങ്ങളൊക്കെ ഒഴിവാക്കി എവിടെയെങ്കിലും രാമായണ പാരായണം കേട്ടാല് ഒന്ന് ശ്രവിക്കുക. ഭക്തിയോടെ ശ്രവിക്കുന്ന പുമാനും മുക്തി സിദ്ധിക്കുമാ സന്ദിഗ്ധ സംശയം എന്നാണ്. അപ്പൊ വായിക്കാൻ നമുക്ക് സാധിച്ചില്ല. എനിക്ക് മുഴുവൻ വായിക്കാൻ സാധിക്കുന്നില്ല പല പ്രശ്നങ്ങളെ കൊണ്ട്. ഞാൻ ഇവിടെ വരുന്ന പല ആളുകളും വായിക്കുന്നത് കേൾക്കുകയാണ്. അങ്ങനെ കേട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന ഭാഗത്ത് എത്തി എന്നുള്ളത്. അപ്പൊ നമുക്ക് പലപ്പോഴും വായിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വായിക്കുന്നവര് അത് ഭക്തിയോടുകൂടി ശ്രവിക്കുക. മറ്റ് സംസാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭക്തിയോടുകൂടി അത് ശ്രവിക്കുക. അതിലൂടെയും നമുക്ക് മുക്തി സിദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തില് ഈ ഗ്രന്ഥം നമുക്ക് ഉപകരിച്ചെങ്കിൽ മാത്രമേ ഇത് പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. ഇതിലെ ഓരോ കഥയും കഥാപാത്രങ്ങളും നമ്മളിലൂടെ ജീവിക്കുന്ന, നമ്മളിലൂടെ കടന്നുപോകുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കണം. ഇത് എവിടെയോ സംഭവിച്ചൊരു യുദ്ധമാണെന്ന് ചിന്തിക്കരുത്. ഇത് നമ്മളുടെ മനസ്സിലുള്ള ഒരു ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഇന്ന് തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് മുൻപ് 5 മണി ആയിപ്പോ തുടങ്ങിയിട്ടുണ്ടാവും ഈ യുദ്ധം. ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകണോ? ഇപ്പൊ വേറൊരു ഇന്ന് പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം, നാളെ പോയാൽ പോരെ. യുദ്ധമാണ് നടക്കുന്നത്. പോകണോ പോകണ്ടേ? യുദ്ധം. ഈ യുദ്ധം എപ്പോഴും ഉണ്ടാവും. നമ്മുടെ രാവിലെയും ഉണ്ടാവും ഈ യുദ്ധം. സദാസമയത്തും ഈ യുദ്ധം ഉണ്ടാവും. ഇതാണ് യുദ്ധം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് വരണം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ വിജയിച്ചെങ്കിൽ നമ്മൾ ശ്രീരാമനെ ജയിച്ചു. അതല്ല ക്ഷേത്രത്തിലേക്ക് വരണ്ട എന്നുള്ളതാണെങ്കിൽ നമ്മൾ തമോ ഗുണത്തിലേക്ക്, കുംഭകർണനിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധം നമ്മളിലാണ് എപ്പോഴും നടക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലാണ് യുദ്ധം നടക്കുന്നത്. ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. ഈ ഗ്രന്ഥം വായിച്ച് അതിലെ ധാർമ്മികമായിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അംശമെങ്കിലും സ്വാംശീകരിക്കാൻ സാധിച്ചാൽ അതുകൊണ്ട് മാത്രമാണ് ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് വെറുതെ വായിച്ചിട്ട് അലസമായിട്ട് വായിച്ചിട്ട് എല്ലാ വർഷവും ഞാൻ രാമായണം വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ ഭാഗവതത്തിൽ ഒരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നും അമ്പലത്തിൽ ചെന്നിരുന്ന ഒരു സ്ത്രീ രാമായണം വായിക്കും. രാമായണം വായിക്കുന്നതിന് ഈ സ്ത്രീയുടെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്. ഈ കൂട്ടുകാരത്തിക്ക് അല്പം ഇമോറൽ ആക്ടിവിറ്റീസ് ആണ്. ഇപ്പൊ രണ്ടാളും ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഈ സ്ത്രീ, അമ്പലത്തിൽ വരുന്ന സ്ത്രീ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? എന്റെ കൂട്ടുകാരത്തി ഇമോറൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാരത്തിയെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രാമായണം വായിക്കുമ്പോൾ. പക്ഷെ അവിടെ ഇമോറൽ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ എന്താണ്? എന്റെ ഗതികേട് കൊണ്ട്, എന്റെ നിർഭാഗ്യം കൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അവരുടെ ചിന്ത മുഴുവൻ അമ്പലത്തിലെ രാമായണം വായിക്കുന്നതിനാണ്. ഇവര് മരിച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഇമോറൽ ആക്ടിവിറ്റീസ് നടന്ന സ്ത്രീ സ്വർഗത്തിലും അമ്പലത്തിലെ രാമായണം വായിച്ചുകൊണ്ടിരുന്ന സ്ത്രീ നരകത്തിലും പോയി. ഇതെന്ത് യുക്തി എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നുവോ, നമ്മുടെ മനസ്സ് മാത്രമേ ഭഗവാൻ ചോദിച്ചിട്ടുള്ളൂ. മനസ്സ് എവിടെ നിൽക്കുന്നുവോ പൂ വയ്ക്കുന്നതും പൊന്ന് വയ്ക്കുന്നതും തുല്യ പ്രാധാന്യമാണ്. വെക്കുന്ന മനസ്സിനാണ് പ്രാധാന്യം. ആ മനസ്സ് എവിടെ നിൽക്കുന്നുവോ അതിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ വിശേഷമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്കതിന്റെ ഫലങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്താണെങ്കിലും നമ്മുടെ സമയം, അനുവദിക്കപ്പെട്ട സമയം നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് ഇതുപോലുള്ള സദസ്സുകൾ ഇനിയും നമുക്ക് ഇനി ഉള്ള ദിവസങ്ങളുണ്ട്. വിശേഷമായിട്ടുള്ള ഒരുപാട് വലിയ ആളുകൾ, സ്വാമിമാര്, പ്രൊഫസേഴ്സ് തുടങ്ങിയിട്ടുള്ള വലിയ ആളുകൾ തന്നെയാണ്
നമുക്ക് ഇവിടെ പ്രഭാഷണത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ചെയ്ത അനേക സുഹൃതങ്ങളുടെ ഫലമാണ് നമുക്കിത് ഈ സത്സംഗം കേൾക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനേകം സുഹൃതങ്ങളുടെ ഫലമാണ്. കാരണം ഇത്തരം ആളുകളുടെ ഒരു 10 ഇരട്ടി ഇന്ന് നമ്മുടെ തട്ടകത്ത് പുറത്ത് സീരിയലുകളിലും മറ്റു കാര്യങ്ങളിലും ഒഴുകി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും കുറച്ചു പേർക്ക് നമുക്കിത് കേൾക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ അനേക ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സുഹൃതങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇത് കഴിയുന്നവരെ നമുക്ക് ഇവിടെ എത്താനും ഇതിൽ പങ്കെടുക്കാനും ഇവിടുത്തെ പ്രസാദകന്യെ സ്വീകരിക്കാനും ഒക്കെ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടാകണേ, അതിനൊരു അവസരം ഉണ്ടാകണേ, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകണേ ഭഗവാനെ എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു പോകണം. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഭഗവാനോട് പറയേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഭഗവാൻ. നമുക്ക് എന്തു വേണം, നമുക്ക് എന്തു വേണ്ട എന്നുള്ളതൊക്കെ ഭഗവാന് വളരെ നിശ്ചയമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പല വികലതകളും സംഭവിക്കും. ആ സമയത്തൊക്കെ രാവണന് തപസ് ചെയ്ത് സരസ്വതിയെ പ്രത്യക്ഷപ്പെടുത്തി കേട്ട് കുംഭകർണൻ തപസ് ചെയ്ത് സരസ്വതിയെ പ്രത്യക്ഷപ്പെടുത്തി വരം ചോദിച്ചു. വരം ചോദിക്കാൻ പോയത് എന്താണെന്ന് സരസ്വതിക്ക് മുന്നേ മനസ്സിലായി. എന്താ വരം ചോദിക്കാൻ പോണത്? ഒരിക്കലും എന്നെ ആരും കൊല്ലാൻ പാടില്ല, എനിക്ക് മരണം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കുംഭകർണൻ ചോദിക്കാൻ പോയ വരം. പക്ഷെ സരസ്വതി ദേവന്മാര് കൂടിയാലോചിച്ച് സരസ്വതിയെ നാവിൽ കയറ്റിയിരുത്തി നിർദേവത്താണ് ചോദിക്കാൻ പോയത്. പക്ഷെ കുംഭകർണൻ പെട്ടെന്ന് ചോദിച്ച സമയത്ത് നിദ്രാവകത്വമായി പോയി ചോദിച്ചത്. അതായത് ഫുൾ ടൈം 365 ദിവസം ഉറങ്ങാനുള്ള വരാണ് കിട്ടിയത്. ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള വരം ചോദിച്ച കുംഭകർണന് കിട്ടിയത് ഒരിക്കലും ഉറങ്ങി എനിക്ക് എപ്പോഴും 24 hours 365 ദിവസവും ഉറങ്ങാനുള്ള വര കിട്ടിയത്. പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള ചില വികലതകളാണത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലെ ചില വികലതകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ഭഗവാൻ പൊറുക്കുമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ പ്രത്യേകമായിട്ടും അജണ്ട വെച്ചൊന്നും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. ഭഗവാനെ, എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അവിടെ നിന്ന് തന്നെ അനുഗ്രഹിച്ചാൽ. എനിക്കറിയില്ല എന്താണെന്ന്. എന്താണ് എന്റെ ജീവിതത്തിൽ ഐശ്വര്യപ്രദമായത്, എന്താണോ എന്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്, എന്താണോ എന്റെ ജീവിതത്തിന് ക്ഷേമമായത്, അത് തന്നെ എനിക്ക് അനുഗ്രഹിച്ചാലും. ഇതേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ലിസ്റ്റ് ഒന്നും നമ്മൾ അവതരിപ്പിക്കേണ്ടതില്ല. ഭഗവാൻ അറിയാം എല്ലാതും. നമ്മൾ വരുന്നത് തന്നെ ചിലപ്പോൾ ഭഗവാന് പേടിയായിരിക്കും. കാരണം നമ്മൾ ഫ്രണ്ടിലൂടെ കയറി വരുമ്പോൾ ബാക്കിൽ ഡോറില്ലാത്തതുകൊണ്ട് ആൾക്ക് ഇറങ്ങി പോകാൻ സാധിക്കാത്തത് കൊണ്ട് ആള് ഓവുചാലിലൂടെ ഇറങ്ങി ഓടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വലിയ ലിസ്റ്റുമായിട്ട് വരുമ്പോൾ ആൾക്ക് പേടിയാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കുള്ളത് ഭഗവാൻ തന്നിരിക്കും. കാരണം പ്രാർത്ഥിക്കുമ്പോൾ പല വികലതകൾ സംഭവിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു അമ്മൂമ്മ പ്രാർത്ഥിച്ചത് കേട്ടിട്ടില്ലേ? എൻ്റെ മകന് കുട്ടിയിലാണ്ട് വന്നപ്പോൾ മരുമകള് പ്രസവിക്കണേ എന്ന് പ്രാർത്ഥിച്ച് എന്ന് എൻ്റെ മകനൊരു കുഞ്ഞിക്കാല് കാണണേ ഭഗവാനെ, എൻ്റെ മകനൊരു കുഞ്ഞിക്കാല് കാണണേ ഭഗവാനെ എന്നും കൃഷ്ണനോട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അമ്മൂമ്മയുടെ പ്രാർത്ഥനയിൽ കൃഷ്ണൻ സംപ്രീതനായി. മരുമകൾ ഗർഭിണിയായി, മരുമകൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഒരു കാല് വളരെ ചെറുത്, ഒരു കാല് സാധാരണ കാല്. അമ്മൂമ്മ ചോദിച്ചു, എന്താണ് ഭഗവാൻ എന്നോട് ഇത്രയും അപരാധം ചെയ്തതെന്ന് വെച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല അമ്മൂമ്മയാണ് എന്നും പറയാ എൻ്റെ മകനൊരു കുഞ്ഞു കാല് കാണണമെന്നല്ല അമ്മൂമ്മ എന്നും പ്രാർത്ഥിച്ച. തഥാസ്തു, ഞാൻ അങ്ങനെ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വികലാംഗനായിട്ടുള്ള ഒരു കുട്ടിയാണ് കൊടുത്തത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മൾ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ഭഗവാൻ നമുക്ക് എല്ലാം ഭഗവാൻ അറിയാം. നമ്മൾ വന്ന് ഭഗവാനെ ധാർമ്മികമായിട്ടൊന്ന് ഭജിക്കുക. നമ്മുടെ കയ്യിൽ എന്താണോ അത് ഭഗവാന് സമർപ്പിക്കുക. സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തികം, ശരീരം. ഒട്ടനവധി പേര് നമുക്കറിയാലോ, ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി പേര് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഇവിടെ ഒട്ടനവധി പ്രയത്നിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളും മറ്റും നടക്കുന്നതിനുള്ള ഒരു അവസരം നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ അവരൊക്കെ ഈശ്വരന്റെ ആളുകൾ തന്നെയാണ്. ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് അത് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയണത്. പ്രത്യേകം അത് ശ്രദ്ധിക്കുക. എന്താണെങ്കിലും ഇത്തരത്തിൽ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാൻ നമുക്കൊരു സമയം, ഒരവസരം തന്ന നമ്മുടെ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭാരവാഹികൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്.
അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്കിതിനെ ആളുകൾ കൂടുന്നതിനനുസരിച്ചാണ് പരിപാടികൾ മനോഹരമാകുക എന്നുള്ളത് നമുക്ക് ഇനിയും ഉള്ള ദിവസങ്ങളിൽ സമാപനം വരെ വളരെ മനോഹരമാക്കിയിട്ട് നമുക്ക് ഈ നടപ്പുര മുഴുവൻ നിറയുന്ന പോലെ നമുക്ക് ആളുകളോട് കൂടി നമുക്ക് ഇതിനെ സമാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് എല്ലാ മാസവും ഷഷ്ടി നടക്കുന്നുണ്ട്. ഷഷ്ടി ആകെ നമുക്ക് 12 ഷഷ്ടിയാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത്. 12 ഷഷ്ടിയിൽ സ്കന്ധ ഷഷ്ടി ഏകദേശം നമുക്ക് ബുക്കിംഗ് മുന്നിൽ കഴിഞ്ഞു പോയിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ബാക്കി 11 ഷഷ്ടിയാണ് നമുക്ക് സാധാരണ ലഭിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ എല്ലാ ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഷഷ്ടി ഫുൾ ബുക്കിംഗ് കഴിഞ്ഞു, നമുക്കിനി ബുക്കിംഗ് കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല. ആ ഷഷ്ടിക്ക് നമുക്ക് നിർബന്ധമായിട്ടും ആകെ ഒരു വർഷം നമുക്ക് ഈ തട്ടകത്തിൽ മാത്രം വിടുമ്പോൾ തന്നെ 900-ലധികം വീടുകളായി, അത് കൂടാതെ പുറമേ നിന്നുള്ള ആളുകൾ വേറെയുമുണ്ട്. അപ്പൊ ആകെ 11 ആൾക്കാണ് നമുക്ക് ഷഷ്ടി നടത്താൻ സാധിക്കുള്ളൂ. കുറച്ചധികം വേണം. ആ പൈസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഷഷ്ടി നടത്തുന്നതിന് നമ്മളൊരു വീട്ടിൽ ഒരു ഗൃഹപ്രവേശം നടത്തുമ്പോൾ, ഞാൻ ഇന്നാളെ ഒരു കൂട്ടരോട് വന്നപ്പോൾ അവർ പണിയുന്ന വീട് 12 കോടി രൂപ, 12,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ്. അവർക്ക് ഒരു ഷഷ്ടി നടത്താൻ പറയുന്നതിൽ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ അതുപോലെ വീട്ടിൽ എന്തെങ്കിലും മംഗളകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ നമ്മൾ വീട്ടിൽ നടക്കുന്നുവെങ്കിൽ, മകൾക്ക് 101 പവൻ അല്ലെങ്കിൽ 501 പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുമ്പോൾ ഒരു 10,000 രൂപ, ഒരു 15,000 രൂപ ഒരു ഷഷ്ടിക്ക് വേണ്ടി ഭഗവാന് ചെലവഴിച്ചാൽ അതായിരിക്കും ഏറ്റവും ജീവിതത്തിലെ മഹത്തായിട്ടുള്ള കർമ്മം. ഒരുപാട് 1000-2000 പേര് വിളിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഷഷ്ടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു ഷഷ്ടി ഭഗവാന്റെ എനിക്ക് നടത്താനായിട്ടുള്ള ഒരു അവസരം ക്ഷേത്ര കമ്മിറ്റിയായിട്ടൊന്ന് ബന്ധപ്പെട്ടുകൊണ്ട് ആകെ ഒരു വർഷം നമുക്ക് 11 ഷഷ്ടി നടത്താനേ പറ്റുള്ളൂ. 11 ആൾക്കേ പറ്റുള്ളൂ. നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഉടനടുത്ത് തന്നെ നല്ലൊരു വീട് പണിയുമ്പോൾ, നല്ല മകളുടെ കല്യാണം വരുമ്പോൾ, ഉന്നത വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്തോഷമുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആ ഷഷ്ടി ഒന്ന് ഏറ്റെടുത്ത് നടക്കുക. അതിനോടൊപ്പം വലിയ പുണ്യമാണത്. കാരണം ഒരു 10-200 പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് അതിലൂടെ സാധിക്കുന്നു എന്നുള്ളത് വളരെ പുണ്യം. അതിനോടൊപ്പം തന്നെ ഒട്ടനവധി വിശേഷ പൂജകളും ശിവേലിയും അഭിഷേകങ്ങളും ഒക്കെ നമുക്ക് കാണാനും നാമജപിക്കാനും ഒരുപാട് അമ്മമാരിവിടെ ഷഷ്ടി ദിവസം വന്ന് വളരെ മനോഹരമായിട്ട് കീർത്തനങ്ങൾ ആലപിക്കുന്നത് കാണാം. നമ്മൾ കാണാറില്ലേ? എത്ര മനോഹരമായിട്ടാണ്, എത്രയോ ഭക്തിയിൽ ലയിച്ചുകൊണ്ടാണ് നമ്മൾ അമ്മമാര് ഷഷ്ടി ദിവസം ഇവിടെ വന്ന് അതിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ള പ്രശ്നങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ആ ഷഷ്ടി നമുക്കൊന്ന് ഏറ്റെടുത്ത് നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലൊക്കെ തന്നെ ഭഗവാനെ പറ്റിക്കാൻ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സാധിക്കില്ല. ഈ കഴിഞ്ഞ നമ്മുടെ ഇതുകൾ നമ്മൾ സാധാരണ നാള് കണ്ട ഒരു കേസാണ്. നമ്മൾ 501 പവൻ കൊടുത്ത് മകളെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം നടന്നാൽ ഭഗവാന് പട്ടും താലിയും വെക്കാം എന്ന് നേർന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പട്ടും താലിയും വെക്കാൻ വരുമ്പോൾ ആ താലി എടുത്ത് എനിക്ക് ശ്രീകോവിലേക്ക് പോകാൻ നമുക്ക് പേടിയോ? കാരണം എന്റെ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചാൽ ആ താലി പറന്നു പോകും. അത്രയും 501 പവൻ കൊടുത്ത് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ, മകളെ കല്യാണം കഴിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഭഗവാനെ പറ്റിക്കുന്ന സംഗതികൾ നമ്മൾ ഒന്ന് നിർത്തലാക്കിയാൽ നന്നായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഭഗവാനെ പറ്റിക്കാൻ നമുക്ക് സാധ്യമല്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്താണെങ്കിലും എല്ലാവർക്കും നിർത്തുന്നു. നന്ദി, നമസ്തേ. കഴിഞ്ഞ 1 മണിക്കൂർ നമ്മുടെ മേൽശാന്തി മനോജ് ശാന്തിയുടെ വളരെ മനോഹരമായ ഒരു പ്രഭാഷണം നമ്മൾ കേട്ടു. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അമ്മമാരെ പൂജിക്കേണ്ടതിനെ പറ്റിയും അമ്മമാർ ചെയ്യേണ്ടതിനെ പറ്റിയും, നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും
രാമായണത്തിലെയോ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നുള്ള പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് മനോജ് ശാന്തി നമ്മളെ പഠിപ്പിച്ചു. അതൊരു കണ്ണു തുറപ്പിക്കലാണ്. നിത്യജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചാൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാത്രം കഴിയണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുമെന്ന് തന്നെയാണ് മനോജ് ശാന്തി പറഞ്ഞു വെച്ചത്. അത് വളരെ വളരെ ഹൃദയസ്പർശിയായി തോന്നുന്നു. എന്തായാലും വളരെ മനോഹരമായ ഈ പ്രഭാഷണത്തിന് നമ്മൾ ഓരോരുത്തരുടെയും പേരിലും SNPCയുടെയും SNDPയുടെ പേരിലും ഞാൻ മനോജ് ശാന്തിക്ക് കൃതജ്ഞത അറിയിക്കുന്നു. നന്ദി. അടിപൊളി.
Thank you.